ചങ്ങൈമാരെ നിങ്ങളെന്തെങ്കിലും അറിഞ്ഞാൽ നമ്മളെ സുജിയ പാർവതിയില്ലേ, സംഗീണി സുജിയ പാർവതി ഓരെല്ലാം കൂടി ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിന്റെ പേരെന്തറിയാം? ബിഗ് ടിവി, വലിയ ടിവി. ബാക്കി എല്ലാ ടിവിയും പിന്നെ ചെറിയ ടിവി ആണല്ലോ. എന്തായാലും കുറച്ചു ദിവസം മുന്നേ ആയിരുന്നു ഈ ചാനലിന്റെ, ഈ ബിഗ് ടിവി എന്ന് പറയുന്ന ചാനലിന്റെ ഉദ്ഘാടന മഹാമാവും. ഉദ്ഘാടന മഹാമാവും എന്നൊന്നും പറയെങ്കില, കോമഡിയുടെ മഹാമാവും. എന്തായാലും ആ പുതിയ ചാനൽ തുടങ്ങിയ ശേഷം നമ്മളെ സംഗീണി സുജിയ പാർവതി മാരകമായ, ആരും ഞെട്ടിപ്പോകുന്ന മാരകമായ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. നമുക്കെന്തായാലും സംഗീണി സുജിയ പാർവതിയുടെ ആ മാരകമായ ഇംഗ്ലീഷ് ഒന്ന് കേട്ടിട്ട് വന്നാലോ? Thank you, sir. It's really much respectful. I don't know how to describe it. So thank you from. യാ പിന്നെ വീണ്ടും യാ പിന്നെ 3-4 യെസ്. എന്താ മോനെ നമ്മളെ സുജിയ പർവ്വതിന്റെ ഇംഗ്ലീഷ്. ഇവരൊക്കെയാണ് മറ്റുള്ളവരാ വിദ്യാഭ്യാസം കുറവാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കുന്നത്. സുജിയ പർവ്വതി അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന രണ്ട് മൊണ്ണകള് തലയാട്ടുന്നുണ്ടില്ല. അവർ രണ്ടാളും വിചാരം സുജിയ പർവ്വതി എന്തോ ഭയങ്കരമായ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന്. ഇമാതിരി ടീമല്ലാണല്ലോ ആ ചാനലിലുള്ള. അപ്പൊ ചാനലിന്റെ അവസ്ഥ അടിപൊളി, അതോ ഗതി. അതായത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പൊട്ടന്മാരാണ് ആ ചാനലിലുള്ളത്. ഇനി അടുത്തതായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് സുജിയ പാർവതി അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു തള്ളാണ്, ഒന്നൊന്നര തള്ള്. ആ തള്ളു കേട്ടിട്ടുണ്ടല്ല, ആ പരിപാടി കാണാൻ വന്ന ഒട്ടുമിക്ക ആൾക്കാരും ബോധം കെട്ട് വീണ്. ആ തള്ളു കേട്ടിട്ട് നിങ്ങൾ ബോധം കെട്ടുകഴിഞ്ഞാൽ കമ്മിറ്റി അതിന് ഉത്തരവാദിയായിരിക്കൂല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ആ തള്ളു നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്, ആദർശങ്ങളുണ്ട്, ഐഡിയോളജിയുണ്ട്. ആ ഐഡിയോളജി എന്ന് പറയുന്നത് വാർത്തയിൽ കലർത്താതിരിക്കുക എന്നതാണ്. ഞാൻ ഏത് തൊഴിൽ ചെയ്താലും മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഞാൻ എല്ലാ പാർട്ടികളുടെയും ആളായിരിക്കണം എന്നതാണ് എന്റെ ഉറച്ച ബോധ്യം. അങ്ങനെ തന്നെയായിരിക്കും ഈ ചാനലിൽ ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുക. സംസ്ഥാന സർക്കാർ നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും, കേന്ദ്ര സർക്കാർ നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. രണ്ടു കൂട്ടരും മോശമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിശ്ചിതമായി തന്നെ വിമർശിക്കും, വിതൗട്ട് ഫിയർ ഓർ ഫേവർ. ആര്? നീ തെറ്റ് കണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കും. അതായത് നിന്റെ BJP സർക്കാർ തെറ്റ് ചെയ്തെങ്കിൽ നീ അവരെ വിമർശിക്കും. അടിപൊളി. നിന്റെ ഈ തള്ള് മലയാളികൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അല്ലേ? നിന്റെ ചാനലിന്റെ പേരുണ്ടല്ല, ബിഗ് ടിവി എന്നല്ല കൊടുക്കണ്ടേ, ബിഗ് തള്ളു ടിവി. അതാണ് നിന്റെ ചാനലിന് പറ്റിയ ഏറ്റവും നല്ല പേര്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സംഗീണി സുജിയ ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു വിളി നമ്മളെ ചേച്ചിക്ക് ഇഷ്ടമല്ല. ആരൊക്കെയോ കൂടി ചേച്ചിനെ അടക്കം എന്തോ ഒരു വിളിക്കുന്നുണ്ടെന്ന്. ആ വിളി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? ഞങ്ങൾ ആരും മാപ്ര എന്ന് വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാധ്യമപ്രവർത്തകനെ അക്ഷരം തെറ്റാതെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വിളിക്കണം. അതിനുള്ള കാര്യമായിരിക്കും ബിഗ് ടിവിയിലൂടെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുക എന്നതാണ് ഉറപ്പു തരാൻ കഴിയുന്നത്. എന്റെ സുജിയ ചേച്ചി കേരളത്തിലെ എല്ലാ മാധ്യമപ്രവർത്തകരെയും മാപ്ര എന്ന വിളിപ്പിച്ചതിൽ സുജിയ പാർവതി നിങ്ങൾക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. അതായത് നല്ല മാധ്യമപ്രവർത്തകരല്ലേ കേരളത്തിലെ, അവരടക്കം നിങ്ങൾ കാണിക്കുന്ന കുറച്ച് വൃത്തികേട് കൊണ്ട് മാപ്ര എന്ന വിളി ഇപ്പൊ കേൾക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും മാപ്ര എന്ന വിളി കേൾപ്പിച്ച ഈ മാപ്ര സംഘടന പറയുന്നു ഇനി നമ്മളെ മാപ്ര എന്ന് വിളിക്കാൻ പാടില്ലാന്ന്. ഇവരെ നമ്മളിനി മാധ്യമപ്രവർത്തക എന്ന് വിളിക്കണം പോലും. എന്റെ സുജിയ പാർവതി നിങ്ങൾക്കുണ്ടല്ലോ ഈ ജന്മത്തിൽ നല്ലൊരു മാധ്യമപ്രവർത്തക ആകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ജന്മത്തിൽ എന്തായാലും മാധ്യമപ്രവർത്തക എന്നുള്ളൊരു വിളി ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. മാപ്ര എന്നുള്ള വിളി നിങ്ങൾ സ്ഥിരമായിട്ട് പ്രതീക്ഷിച്ചോ. ഇനി നമുക്ക് സംഗീണി സുജിയ പാർവതി അടുത്തതായിട്ട് എന്ത് ബിഗ് തള്ളുന്ന കേട്ടിട്ട് വന്നാലോ? നിങ്ങൾ എല്ലാവരും പറയാറുള്ള ഒരു പരാതിയാണ് സ്ക്രീനിലാകെ ബഹളമാണ്. നേരത്തെ ഒരു പ്രേക്ഷക കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ മുഴുവൻ ബഹളമല്ല വേണ്ടത്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാവകാശമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ക്ലീൻനെസ് എന്ന് പറയുന്ന ഒരു ക്ലെൻലിനെസ് ഉണ്ടാകും ബിഗ് ടിവിയുടെ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ. അനാവശ്യ ബഹളങ്ങൾ, 4 വാചകങ്ങൾ അവിടെയും 4 വാചകങ്ങൾ ഇവിടെയും, അതിനിടയിൽ വല്ലപ്പോഴും വരുന്ന വിഷ്വലും ആയിരിക്കില്ല. നിങ്ങൾ കാണേണ്ടത് കാണിച്ചുകൊണ്ട് തന്നെ പോകുന്ന ഒരു ന്യൂസ് ചാനലായിരിക്കും. അപ്പോൾ ആ ഒരു വൃത്തി ബിഗ് ടിവിയുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്റെ സംഗീണി സുജിയ പാർവതി ചേച്ചി, ബഹളം എന്നതിന്റെ പര്യായമാണ് സുജിയ പാർവതി. നിങ്ങളെ പഴയ ചാനലിലെ റിപ്പോർട്ടർ അവിടെ ഇരുന്നിട്ട് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കാണിച്ചു കൂടുന്ന കോപ്രായം നമ്മൾ മൊത്തം കണ്ടതല്ലേ. അത് പിന്നെയും സഹിക്കാം. ചില അപകടങ്ങൾ വരുമ്പം അതിലെ മരണനിരക്കുണ്ടല്ല, നിങ്ങൾ ക്രിക്കറ്റിൽ വിക്കറ്റ് പോകുമ്പോഴുള്ള കമന്ററിയില്ലേ, അതുപോലെ വൃത്തികെട്ട രീതിയിൽ കാണിക്കുന്നത് അതും നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയൊക്കെ നിങ്ങളവിടെ കിടന്ന് കാണിച്ചിട്ട് നിങ്ങളെ മലയാളികൾ മൊത്തം വെറുത്തതല്ലേ സുജിയ പാർവതി. അങ്ങനെ മലയാള മാധ്യമ പ്രവർത്തന രംഗത്തെ മൊത്തം നാട്ടിക്കാൻ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു പുതിയ ചാനൽ ഇരുന്നിട്ട് പറയുന്നത് മാറ്റം വരുന്നു. മാറ്റമല്ല സുജിയ പാർവതി വരുക. BJP വന്ന ശേഷം തിരുവനന്തപുരത്ത് വന്നില്ലേ നാറ്റം. ആ നാറ്റമാണ് നിങ്ങൾ പുതിയ ചാനൽ കൊണ്ടുവന്നെങ്കിലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇനി നമുക്ക് സുജിയ പാർവതി ചേച്ചി സത്യസന്ധമായ വാർത്തയെക്കുറിച്ചൊന്ന് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? സത്യസന്ധതയെക്കുറിച്ചൊക്കെ പറയാൻ പറ്റിയ ടീമാട്ടാ. ഇത്രയും കേട്ടില്ലേ, നമുക്ക് ഇതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം.
അതിൽ ആദ്യത്തേത് വാർത്തയുടെ ആധികാരികതയാണ്. ഇവിടെ കൃത്യമായി വേണുഗോപാലകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒതന്റിസിറ്റി, ആധികാരികത എന്നതിന് ആദ്യ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ന്യൂസ് ചാനൽ എന്നത് ഇന്ന് മലയാളിക്ക് ആവശ്യമാണ് എന്നല്ല, അത്യാവശ്യമാണ്. ആധികാരികമല്ലാത്ത വിവരങ്ങൾ പലരിൽ നിന്ന് പലരിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വൈറസ് പോലെ. ആ ഒരു വൈറസ് ബാധ നമുക്ക് എവിടെയെങ്കിലും പിടിച്ചു നിർത്തണം. അപ്പൊ സംഘിന് സുജിയ പാർവതി അവസാനം നിങ്ങൾ കുറ്റം സമ്മതിച്ചല്ലേ, തെറ്റ് സമ്മതിച്ച് നിങ്ങളടക്കുന്ന കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇതുവരെ ഇവിടെ സത്യസന്ധമായ ആധികാരികതയോടുള്ള ഒരു വാർത്തയും കൊടുത്തില്ലെന്ന് നിങ്ങൾ അവസാനം സമ്മതിച്ചല്ലേ. അതായത് കേരളത്തിലെ എല്ലാ ചാനലും ഉഡായിപ്പാണെന്ന് നിങ്ങൾ സമ്മതിച്ച്, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ചാനല്, ആ പുതിയ ചാനല് സത്യം മാത്രമേ പറയുന്നുള്ള ആ പച്ചക്കള്ളം നമ്മൾ വിശ്വസിക്കണം അല്ലേ. എന്റെ സുജിയ പാർവതി ചേച്ചി, നിങ്ങളൊക്കെ ഏത് ചാനൽ ഇരുന്നിട്ട് എന്ത് വാർത്ത പറഞ്ഞാലും നമ്മളതൊന്നും വിശ്വസിക്കാറില്ല. നമ്മളുണ്ടല്ല, ആ സംഭവം നടന്ന സ്ഥലത്ത് നമുക്ക് പരിചയമുള്ള ഒരാളെ വിളിക്കും, അവരെ വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കും. അവര് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ വാർത്ത വിശ്വസിക്കൂ എന്റെ സുജിയ പാർവതി ചേച്ചി. അതായത് നിങ്ങളടക്കുന്ന മാധ്യമപ്രവർത്തകർ 100 വാർത്ത കൊടുത്താല് അതിന് 98 പച്ചക്കള്ളായിരിക്കും. അത്തരം പച്ചക്കള്ളങ്ങളുടെ വാർത്തയുണ്ടല്ല, നിങ്ങൾ ഇനി എന്ത് ടി വി കൊണ്ടെന്നാലും, ബിഗ് ടി വി അല്ല ബിഗിന്റെ മുകളിൽ ബിഗ് കൊണ്ടെന്നാലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂല. അതായത് മറ്റേ ചാനൽ വാർത്ത കൊടുക്കുന്നതിന് മുമ്പിലെ നിങ്ങൾക്ക് വാർത്ത കൊടുക്കണം. അതായത് വാർത്ത കൊടുക്കണം എന്നട്ടാ, സത്യസന്ധമായ വാർത്ത കൊടുക്കണം എന്നല്ല, ആ വാർത്ത നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കണം. ആ വാർത്ത കള്ളമായിരിക്കും, ചിലപ്പോ പച്ചക്കള്ളായിരിക്കും, അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് അത് കൊടുക്കണം. അതുകൊണ്ട് സുജിയ പാർവതി ചേച്ചി, നിങ്ങളെ നാക്കുകൊണ്ട് സത്യസന്ധത, ആധികാരികത എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ലട്ടാ, ചിരി വരുന്നത് കേൾക്കുമ്പോ. നമുക്കിനി സുജിയ പാർവതി ചേച്ചിയുടെ അവസാനത്തെ ലാസ്റ്റത്തെ ബിഗ് തള്ളും കൂടി ഒന്ന് കേട്ടിട്ട് വന്നല്ലോ. ടി വി തുറന്ന ഫസ്റ്റ് വരെ റിപ്പോർട്ടഡ് ചാനലാണ്, അത് കഴിഞ്ഞാൽ വരും ഏഷ്യാനെറ്റോ സംതിങ്, അങ്ങനെ എന്തെങ്കിലും ഈ വാർത്താ ചാനലാണ് ഇത് ഫസ്റ്റ് വെച്ചാ വരുന്നത്. ടി വി ഓൺ ചെയ്ത ചാനൽ ആദ്യം വരുന്നതിനെയാണ് നമ്മൾ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അത് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. കാശ് കൊടുത്താൽ ഏത് ന്യൂസ് ചാനലിൽ ലാൻഡിംഗ് പേജ് സ്വന്തമാക്കാം. ബിഗ് ടി വി അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ ഞങ്ങളെ തേടി വരണം. ഞങ്ങളുള്ള പോയിന്റിൽ അവിടേക്ക് നിങ്ങൾ റിമോട്ടിൽ 22, 30, 40 ആവട്ടെ, നിങ്ങൾ ഞങ്ങളെ തേടി വരുന്ന വാർത്ത ഞങ്ങൾ നൽകും. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ തേടി വരും. അല്ലാതല്ല ഇതേ പോക്കാണെങ്കിൽ സുജിയ പാർവതി നിങ്ങളുടെ നാക്കുണ്ടല്ല, ആ നാക്ക് പൊന്നാകും. വാർത്ത കൊടുത്ത ആളുടെയും വാർത്ത പറഞ്ഞ ആളുടെയും വീടുണ്ടല്ല, വീട് തേടി വന്നിട്ട് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലമുണ്ടല്ല, അത് അതിവിദൂരമല്ല എന്റെ സുജിയ പാർവതി ചേച്ചി. പണ്ടൊക്കെ ഉണ്ടല്ല ഓൺലൈൻ മാധ്യമങ്ങളിലെ അവർക്കാണ് വീട് തേടി വന്നുള്ള കൈകാര്യം ചെയ്ത് കിട്ടാറ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കല്ല, കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ അവർക്കാണ് വീട് തേടിയും ജോലി സ്ഥലം തേടിയും വന്നുള്ള കൈകാര്യം ചെയ്യൽ കിട്ടാൻ പോകുന്നത്. കാരണം ഉണ്ടല്ല സംഘിന്റെ സുജിയ പാർവതി ചേച്ചി, നിങ്ങളൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളെക്കാളും അവരെക്കാളും പച്ചക്കള്ളങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ പച്ചക്കള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചാനലുകാർ അടിയാണ്. ആരാണ് ഫസ്റ്റ് പച്ചക്കള്ളം റിപ്പോർട്ട് ചെയ്യുക, അതാണ് നിങ്ങൾ ഒരേ ഒരു ശ്രമം. അതുകൊണ്ട് സുജിയ പാർവതി ചേച്ചി, നിങ്ങൾ തുടങ്ങുന്ന ഈ ബിഗ് ടിവിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ ആദരവുണ്ടല്ലോ, വീട് തേടി വന്നുള്ള, ജോലി സ്ഥലം തേടി വന്നുള്ള ആ ആദരം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ബിഗ് തള്ളു സുജിയ പാർവതി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.